നിറങ്ങളുള്ള ഒരു ശലഭം ഭാഗം 22. കാർ പാർക്ക് ചെയ്തതും വീട്ടിലെ എല്ലാവരും അവനെ സ്വീകരിക്കാൻ പുറത്തേക്ക് വന്നിരുന്നു. അലിയ, 2 കുഞ്ഞ് അളിയന്മാരും ആദിയുടെ ദേഹത്തേക്ക് ചാടി കയറി. രണ്ടുപേരെയും അവൻ കയ്യിലെടുത്തു. രണ്ടുപേരും ഗമയിൽ അല്ലിയെ നോക്കി. അലിയന്റെ ശക്തി കണ്ടോ അല്ലി, അലീനെ കൂടെ എടുക്ക അലിയ, അവര് പറഞ്ഞു. കണ്ണാ അപ്പു, നീനയുടെ ശബ്ദം കേട്ടതും ചെക്കന്മാർ മാന്യന്മാരായി. അമ്മ പിണങ്ങോ അലിയ, അമ്മേനെ ജയിലിൽ പിടിച്ചിടോ അലിയ, അപ്പു ചോദിച്ചു. അമ്മേനെ ജയിലിലിട്ടാ അച്ഛ രക്ഷിക്കോ അപ്പു, കണ്ണൻ പറഞ്ഞു. ആ, പോലീസ് ജയിലിലിട്ടാ വക്കീല് രക്ഷിക്കും, ഞാൻ സിനിമയിൽ കണ്ടോ അലിയ, ശരിക്കും ആണോ, അവൻ ചോദിച്ചു. ശരിക്കുമാണ്, ചിലപ്പോ എന്നെയും ജയിലിലിട്ടാലോ, ആദ്യ ചോദിച്ചു. ആണോ അച്ഛാ, അലിയന് ജയിലിലിടോ, ദേവൻ തലയാട്ടി. എങ്കില് വേണ്ട, ടിവിയിൽ വന്ന അന്നത്തെ പോലെ അല്ലി കരഞ്ഞാലോ, അപ്പു പറഞ്ഞു. അപ്പു പറഞ്ഞത് കേട്ട് ആദ്യ വേഗം അല്ലിയെ നോക്കി. അല്ലി ഒന്നുമില്ലെന്ന് അവനെ കണ്ണടച്ച് കാണിച്ചു. മതി ഇവിടെ നിന്ന് സംസാരിച്ചത്, ഇനി അകത്തേക്ക് കയറിയിട്ട് സംസാരിക്കാം, നന്ദിനി എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും അകത്തേക്ക് കയറി. ആദ്യ കാറിൽ നിന്ന് ബാഗ് എടുത്തപ്പോ അല്ലി എല്ലാവർക്കുമുള്ള സാധനങ്ങൾ എടുത്തു. ചായ കുടിയും മറ്റും കഴിഞ്ഞ് ആദ്യം ഫ്രഷ് ആവാൻ അല്ലിയുടെ റൂമിലേക്ക് ചെന്നു. അല്ലിയുടെ റൂം നോക്കിയതും ആദ്യക്ക് നല്ല ഇഷ്ടമായി. അവിടെ നിന്ന് പുറത്തേക്കൊരു ബാൽക്കണിയും അവിടെ ഒരു ഊഞ്ഞാലും ഉണ്ടെന്ന് അവൻ കണ്ടു. ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവൻ അല്ലി വരാനായിട്ട് വെയിറ്റ് ചെയ്തു. അവളും ഫ്രഷായി വന്നതും അവൾ പുറത്തേക്ക് നടന്നു. പെട്ടെന്നാണ് ആദ്യം ഒരു കാര്യം ഓർത്തത്. അവൻ അല്ലിയെ വലിച്ച് ഭിത്തിയോട് ചേർത്ത് റൂം അടച്ചു. എന്താ ആദ്യേട്ടാ, അല്ലി പെട്ടെന്ന് ഭയന്നുപോയി. അവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. താഴെ വെച്ച കുഞ്ഞളിന് എന്താ പറഞ്ഞത്? കൃതി എന്നെ ടിവിയിൽ കണ്ടെന്തിനാ കരഞ്ഞേ, അവൻ ചോദിച്ചു. അത് അന്നത്തെ കാര്യം ഞാൻ അറിഞ്ഞത് ടിവി കണ്ടപ്പോഴാ, ആരും എന്നോട് പറഞ്ഞില്ല, പെട്ടെന്ന് കണ്ടപ്പോ പേടിച്ചുപോയി, അങ്ങനെ കരഞ്ഞതാ, അല്ലി പറഞ്ഞു. എന്നെ അത്ര ഇഷ്ടായിരുന്നോ, അവൻ ചോദിച്ചു. അല്ലി അവന്റെ മുഖം കൈകളിലെടുത്ത് നെറ്റിയിലേക്ക് കഥനങ്ങൾ ചേർത്തു. എന്റെ പ്രാണനാണ്, അല്ലി പറഞ്ഞു. അത് പറയേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. ആദ്യം അവളെ ഉറ്റുനോക്കി, പിന്നെ അവളെ ഇറുക്കി അങ്ങ് കെട്ടിപ്പിടിച്ചു. ലവ് യു കൃതി, ആദ്യ പറഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അവൻ അവളെ വിട്ടു. രണ്ടുപേരും ഒരുമിച്ച് താഴേക്ക് ചെന്നു. അവരെല്ലാവർക്കും വാങ്ങിയതൊക്കെ അല്ലി എടുത്തു കൊടുത്തു. ഇതൊക്കെ എന്തിനായിരുന്നു മോനെ, നന്ദിനി അവനോട് ചോദിച്ചു. എന്റെ ഒരു സന്തോഷമാണമ്മേ, ആദ്യ പറഞ്ഞു. അവൻ അമ്മയെന്ന് വിളിച്ചത് കേട്ട് അല്ലി അവനെ സ്നേഹത്തോടെ നോക്കി. അമ്മയുടെ സ്നേഹത്തിനും കൊതിച്ച ഒരു കൊച്ചു പയ്യനെ അവൾ അവിടെ കണ്ടു. അവൾക്ക് അവനെ ഒന്നുകൂടെ കെട്ടിപ്പിടിക്കാൻ തോന്നിപ്പോയി. അല്ലി, എന്റെ ഗിഫ്റ്റ് എവിടെ, അപ്പുവിന്റെ ചോദ്യമാണ് അവളുടെ ആദ്യയിലുള്ള ശ്രദ്ധ മാറ്റിയത്. അവൾ അവർക്കായി വാങ്ങിയ സൂപ്പർ ഹീറോ ഔട്ട്ഫിറ്റ് അവർക്ക് കൊടുത്തു. അടിപൊളിയാ അലിയ, കണ്ണനും അപ്പുവും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ആദ്യം തന്നെ അവരെ അതൊക്കെ ഇടാൻ സഹായിച്ചു. പിന്നെ ഇതൊക്കെ ഇട്ടൊരു മേളമായിരുന്നു. ലോകം രക്ഷിക്കുന്ന സൂപ്പർ ഹീറോസ് തമ്മിൽ യുദ്ധം വരെ ഉണ്ടായി. അവസാനം നീന വന്ന് പറഞ്ഞപ്പോഴാണ് അവർ ഒന്ന് അടങ്ങിയത്. എന്നിട്ടും ആ ഡ്രസ്സ് ഊരാൻ അവർ സമ്മതിച്ചില്ല. രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചതൊക്കെ. ആദ്യക്ക് അതൊക്കെ പുതിയ അനുഭവങ്ങളായിരുന്നു. അവരുടെ നിസ്വാർത്ഥ സ്നേഹം അവനെയും അവരൊരാളാക്കി മാറ്റിയിരുന്നു. പരസ്പരം ഭക്ഷണം വിളമ്പിയും വിശേഷങ്ങൾ പറഞ്ഞുമാണ് അവർ അത്താഴം കഴിച്ചത്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പെണ്ണുങ്ങൾ അടുക്കളയിലും ആണുങ്ങൾ വരാന്തയിൽ സംസാരത്തിലുമായിരുന്നു. പണിയൊക്കെ കഴിഞ്ഞ് അല്ലി ആദ്യം വിളിക്കാൻ വന്നതും അവർ സംസാരത്തിലായതുകൊണ്ട് അവൾ അവനോട് പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി. ചെറിയമ്മ നേരത്തെ പിള്ളേരെയും കൂട്ടി പോയിരുന്നു. അമ്മയും അവരെ ഒന്ന് നോക്കിയിട്ട് കിടക്കാനായി പോയി. നാളെ സൺഡേ അല്ലേ, എന്തേലും പ്രോഗ്രാം ഉണ്ടോ ആദി, അനിയച്ചൻ ചോദിച്ചു. ഇല്ല അച്ഛാ, വൈകിട്ട് പിള്ളേരെയും കൂട്ടിയൊന്ന് പുറത്തു പോകണമെന്നുണ്ട്, ആദി പറഞ്ഞു. നാളെ സൺഡേ ഇവിടെ ഞങ്ങൾക്കാണ് കിച്ചൺ ഡ്യൂട്ടി, പക്ഷെ ഇത്തവണ ആദ്യം ഉള്ളതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാം, അല്ലേ ദേവാ, ആനി ചോദിച്ചു. അതെ ഏട്ടാ. വേണ്ട അച്ഛാ, ഞാൻ ഉള്ളതുകൊണ്ട് എന്നാ പ്രശ്നം, ഞാനും കൂടാ നിങ്ങളുടെ കൂടെ, ആദി പറഞ്ഞു. അത് വേണ്ട ആദി, മരുമകനായിട്ടാണല്ലേ അപ്പൊ എന്നെ നിങ്ങളൊക്കെ കാണുന്നത്, മകനായിരുന്നെങ്കിൽ ഇങ്ങനെ പറയൂ, അത്യാവശ്യം പാചകമൊക്കെ എനിക്കും അറിയാച്ചാ, ആദി പരിഭവത്തോടെ പറഞ്ഞു. അനിയും ദേവനും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ആദ്യയുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ആവട്ടെ, അപ്പൊ നാളെ 5 മണിക്ക് കിച്ചണില്. ഓക്കെ ഡൺ, പക്ഷേ കൃതി അറിയണ്ട, അയാൾക്കൊരു സർപ്രൈസ് ആവട്ടെ, ആദി പറഞ്ഞു. എങ്കിൽ ശരി, നാളെ കാണാം, ഗുഡ് നൈറ്റ് ആദി. എല്ലാവരും കിടക്കാനായി പോയി. ആദ്യ റൂമിലെത്തിയതും അല്ലി ബുക്ക് വായിക്കുകയായിരുന്നു. കാത്തിരുന്ന് ബോറടിച്ചോ കൃതി, ആദ്യ ചോദിച്ചു. ഞാൻ കാത്തിരുന്നില്ലല്ലോ, നല്ലൊരു ബുക്ക് കിട്ടി, അത് വായിച്ചിരുന്നു. അവനെ കാത്തിരുന്നതാണെങ്കിലും അവൻ വൈകിയ പരിഭവം കൊണ്ട് അല്ലി നുണ പറഞ്ഞു. ആണോ, ഏത് ബുക്കാണ്, അവൻ ചോദിച്ചു.
വിജനവീഥി. അശ്വതി തിരുനാളിന്റെ ബുക്കാണ്. സൈക്കോളജിക്കൽ ഹൊറർ എന്നൊക്കെ പറയാം. തിരുവിതാംകൂർ ഹിസ്റ്ററി ആയിട്ട് കണക്ട് ചെയ്തൊരു സ്റ്റോറിയാണ്. നല്ലതാ. ആണോ? വായിച്ചു കഴിഞ്ഞിട്ട് പറയൂ, എനിക്കും വായിക്കണം. ആദി പറഞ്ഞു. താനിപ്പോ കിടക്കുന്നുണ്ടോ? എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ആദി പറഞ്ഞത് കേട്ട് അലിയുടെ മുഖം വീർത്തുപോയി. ഇത്ര നേരം ഞാൻ കാത്തിരുന്നിട്ട് ഇപ്പൊ ഉറക്കം വരുന്നെന്നോ? അല്ലി അവന്റെ കവിളിൽ പിടിച്ച് വലിച്ചു. ഹൃതിയല്ലേ പറഞ്ഞത് എന്നെ കാത്തിരുന്നില്ലെന്ന്? ആദി കുറുമ്പോടെ ചോദിച്ചു. അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. അല്ലി മുഖം താഴ്ത്തി. എനിക്കറിയാലോ. എങ്ങനെ? ഇവിടത്തെ എന്റെ ഫസ്റ്റ് ഡേ അല്ലേ. എന്റെ കൃതി ഞാൻ വരാതെ ഉറങ്ങില്ലെന്ന് എനിക്കറിയാലോ. ആദ്യം അലിയുടെ മുഖം കൈകളെടുത്തു. പിന്നെ അവൻ പയ്യെ പറഞ്ഞു. പിന്നെന്താ? അല്ലി ചോദിച്ചു. പിന്നെ ഇന്ന് ഇവിടുത്തെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, അവൻ കുസൃതിയോടെ പറഞ്ഞു. അതിനൊന്നുമില്ല, പക്ഷെ ഇതെങ്കിലും എനിക്ക് വേണം. അവൻ അവളുടെ അധരങ്ങളിലേക്ക് ചേക്കേറി. രാവിലെ എഴുന്നേറ്റതും അരികിൽ ആദിയെ കാണാതെ അല്ലി ചുറ്റും നോക്കി. അവൾ വേഗം ഫ്രഷ് ആയി പുറത്തേക്ക് വന്നു. ഹാളിലിരുന്ന് ടി വി കാണുന്ന അമ്മയും ചെറിയമ്മയും കണ്ട് അവളൊന്ന് ഞെട്ടി. അവള് വേഗം അങ്ങോട്ട് ചെന്നു. ഗുഡ് മോർണിംഗ് അമ്മ. ഇതെന്താ രാവിലെ ടിവിയുടെ മുന്നില്? അവള് ചോദിച്ചു. ഇന്ന് സൺഡേ അല്ലേ, നമ്മൾ ഫ്രീ അല്ലേ, അമ്മ പറഞ്ഞു. പക്ഷെ അമ്മ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, അവൾ സംശയത്തോടെ ചോദിച്ചു. അതെ, പക്ഷേ എന്റെ മരുമകൻ പറഞ്ഞുന്ന് ഒരു മാറ്റങ്ങളും വേണ്ടെന്ന്. ഒരു കുക്കിനെ കൂടി കിട്ടിയെന്ന് വിചാരിച്ചാ മതിയെന്ന്. നന്ദിനി പറഞ്ഞു കേട്ട് അല്ലി അന്തം വിട്ടു. അവള് വേഗം കിച്ചണിലേക്ക് ചെന്നു. അവിടെ അച്ഛനും ചെറിയച്ഛനും ഒപ്പം ഷോർട്സും ടീഷർട്ടും ഇട്ട് തലയിൽ തോർത്തോണ്ടൊരു കെട്ടും കെട്ടി ഐപീസ് കുക്കിങ്ങിലാണ്. അല്ലിക്ക് ചിരി വന്നുപോയി, അതിനൊപ്പം സന്തോഷവും. അവന്റെ മുഖത്തെ ഇങ്ങനെയുള്ള ചിരിയൊക്കെ കാണുന്നത് തന്നെ ഇവിടെ വന്നപ്പോഴാണ്. അച്ഛാ, അല്ലി വിളിച്ചു. അല്ലിയുടെ ശബ്ദം കേട്ട് ആദ്യ വേഗം തിരിഞ്ഞു നോക്കി. വിരലുകൊണ്ട് അവള് സൂപ്പർ എന്ന ആക്ഷൻ കാണിച്ചു. അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കുക്കിംഗ് തുടർന്നു. അച്ഛൻ അവൾക്ക് ചായ കൊടുത്തു. അവൾ അതും വാങ്ങി അപ്പുറത്തേക്ക് പോയി. ചായ കുടിച്ചതും അവൾ ഫ്രിഡ്ജിൽ നിന്ന് പപ്പായ എടുത്ത് ഫേസ് പാക്ക് ഉണ്ടാക്കി. അത് അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും ഇട്ടു കൊടുത്തു. പിന്നെ അടുക്കളയിൽ ചെന്ന് അച്ഛനും ചെറിയച്ഛനും ഇട്ടു കൊടുത്തു. ആദ്യം ഇതുകൊണ്ട് അന്തം വിട്ടു. എനിക്ക് വേണ്ട കൃതി, അവൻ പറഞ്ഞു. അവളത് സമ്മതിക്കാതെ അവനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി വർക്ക് ഏരിയയിൽ ഒരു കസേരയിൽ അവനോട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആദ്യം കുനിഞ്ഞ് ആദ്യയുടെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. എനിക്ക് കുറെ സന്തോഷം തോന്നി ഇന്ന്, അതാ ഇതെന്റെ ചെക്കൻ തന്നത്, അവള് പറഞ്ഞു. അതെനിക്കിഷ്ടായി, പക്ഷെ ഈ സാധനം എനിക്ക് വേണ്ട കൃതി. ഇതെന്താ, ഫേസ് പാക്കോ? അല്ല, ഫാമിലി പാക്ക്. ശീലങ്ങളൊന്നും മാറ്റണമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഇതും മാറ്റില്ല. സ്കിന്നിന് നല്ലതാ ചെക്ക, അവള് പറഞ്ഞുകൊണ്ട് അവന്റെ മുഖത്തേക്ക് ഇട്ടുകൊടുത്തു. അവൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. കൃതി ഇടുന്നില്ലേ? ആദ്യ ചോദിച്ചു. ഇടണം, ഞാൻ ഇട്ടു തരാം. ആദ്യ അല്ലിയുടെ മുഖം പിടിച്ച് താഴ്ത്തി അവന്റെ കവിൾ അവളുടെ കവിളിലേക്ക് ഉരസി. രണ്ടുപേരുടെയും ഹൃദയമിടിപ്പ് വേഗത്തിലായി. അല്ലിയുടെ മുഖം മുഴുവൻ അവൻ തന്റെ മുഖത്തെ പാക്ക് തന്നെ ഇട്ടുകൊടുത്തു. ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അല്ലി തളർന്നു പോയ അവസ്ഥയിലായിരുന്നു. ഇനി എനിക്കിട്ടതാ, എന്റെ ഒക്കെ പോയല്ലോ. നിഷ്കുവായി. അല്ലി അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പിന്നെയും അവന്റെ മുഖത്ത് ഇട്ടുകൊടുത്തു. അവൻ കള്ളച്ചിരിയോടെ അല്ലിയെ നോക്കിയിരുന്നു. അല്ലിയുടെ മുഖത്തും ഒളിപ്പിക്കാനാവാത്ത വിധം ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഇനി ഞാൻ കിച്ചണിലേക്ക് ചെല്ലട്ടെ, കൃതി റെസ്റ്റ് എടുത്തോ? ആദ്യം അടുക്കളയിലേക്ക് ചെന്നു. അല്ലി കുളിച്ചിറങ്ങിയതും ആദ്യ റൂമിലേക്ക് വന്നിരുന്നു. എല്ലാം കഴിഞ്ഞോ? അവള് ചോദിച്ചു. അവൻ അല്ലിയുടെ അടുത്തേക്ക് ചെന്നു. ഉച്ചയ്ക്ക് വരെയുള്ളത് കഴിഞ്ഞു. താൻ എന്താ ഞങ്ങളെ കുറിച്ച് കരുതിയത്? ആദ്യ ചോദിച്ചു. എന്റെ ഹസ്ബൻഡ് സൂപ്പർ ആണെന്ന് എനിക്കറിയാലോ. ഇനിയിപ്പോ എനിക്കൊന്നും പറയാനില്ലല്ലോ അല്ലെ? ഞാൻ വേഗം കുളിച്ചു വരാം, ഒരുമിച്ച് പോയാൽ മതി താഴത്തേക്ക്, അവൻ ചോദിച്ചു. മതി. അല്ലി അവനെ വെയിറ്റ് ചെയ്തു. അവർ താഴേക്ക് ചെന്നതും അമ്മമാര് ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിരുന്നു. ഒരുമിച്ച് തന്നെ എല്ലാവരും കഴിച്ചു. ആദ്യക്ക് കുക്കിംഗ് അറിയുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല, ചെറിയമ്മ പറഞ്ഞു. ആദ്യ ചമ്മലോടെ അവർ നോക്കി. ഹോസ്റ്റലായിരുന്നപ്പോ ആ ഫുഡ് മടുത്തിട്ട് തനിയെ ഉണ്ടാക്കി തുടങ്ങിയതാ. ആദ്യമൊക്കെ വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു, പിന്നെ നന്നായി വെക്കാൻ പഠിച്ചു, അവൻ പറഞ്ഞു. എന്തായാലും എല്ലാ സൺഡേയും രണ്ടുപേരും ഇങ്ങോട്ട് വന്നാൽ മതി, ചെറിയമ്മ പറഞ്ഞു. അത് ഉറപ്പായും വരും, ആദി പറഞ്ഞു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ശേഷം ആദിയും അല്ലിയും പിള്ളേരെ കൂട്ടി അടുത്ത മോളിൽ പോയി. അവർക്ക് കുട്ടികൾക്ക് ഓടിക്കാൻ പറ്റിയ ഒരു കാറും ബൈക്കും വാങ്ങി. അമ്മക്ക് സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു. രാത്രിയിലേക്കുള്ള ഭക്ഷണം പുറത്തുനിന്നും വാങ്ങിയാണ് അവർ പോയത്. വീട്ടിലെത്തിയതും അപ്പവും കണ്ണനും അവരുടെ ബൈക്കും കാറും ഓടിക്കാൻ തുടങ്ങി. ചെറിയമ്മ തലയിൽ കൈ വെച്ചു. എന്റെ ആദി, നല്ല പണിയാട്ടോ എനിക്ക് തന്നത്. ഇനി ഇവന്മാര് ഇതിന്റെ മുകളിൽ ഇറക്കുന്നത് എങ്ങനെയാ ദൈവമേ, ചെറിയമ്മ ചോദിച്ചു. കാറും ബൈക്കും അവരുടെ റൂമിൽ കൊണ്ടുവച്ചിട്ടാണ് അവരന്ന് ഉറങ്ങാൻ പോയത് തന്നെ. അന്ന് രാത്രി
അല്ലിയെ ചേർത്ത് പിടിച്ച് കിടക്കെ ആദ്യം ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അവൻ ആഗ്രഹിച്ചതുപോലെ ഈ വീട്ടിലെ സ്നേഹം അനുഭവിക്കാൻ അവന് കഴിഞ്ഞതുകൊണ്ട് അവന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന അല്ലിയെ അവൻ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. ആഗ്രഹിച്ചതുപോലെ വീട്ടിലെ എല്ലാവരുടെയും സ്നേഹം കിട്ടി. ഇനി നമ്മളെപ്പോഴാ സ്നേഹിക്കുന്നത്? ആദി ചോദിച്ചു. തന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ആ പെണ്ണിനെ ഇനിയും ചേർത്ത് പിടിക്കാനും പിന്നെ മറ്റെന്തൊക്കെയോ കൂടി വേണമെന്നും ആദിക്ക് തോന്നി തുടങ്ങിയിരുന്നു.